ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര സ്നേഹികളോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വീണ്ടും രണ്ടാമതും അല്ലെങ്കിൽ മൂന്നാമതും വീണ്ടും അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു എന്താ പറയാ ഒരു പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് അതിനെ കുറിച്ചിട്ട് അഭിപ്രായം? അല്ല, ചലച്ചിത്ര അക്കാദമി, കേരളത്തിലെ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് അതൊരു അക്കാദമിക് പർപ്പസിന് വേണ്ടിക്കൊണ്ട് സിനിമകളെ ഗവേഷണം ചെയ്യുക, സിനിമകളെ പഠിക്കുന്നതിനും അതേപോലെ സിനിമ മോഹികളായിട്ടുള്ള സ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് ഒരു കൂട്ടമാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ആ കൂവലുകൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയാണ്. ആ പ്രതീക്ഷ കാരണം എന്ന് വെച്ചാല് സിനിമ ഹൃദയത്തിൽ നിന്നുള്ള വേദന കൂവൽ എന്ന് വെച്ചാല് ഈ പ്രതിഷേധത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം രഞ്ജിത്ത് ഇതേപോലെ കൂവലുകൾ ഏറ്റുവാങ്ങിയതാണ്. ആ കൂവലുകളെ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ പഴയൊരു SFI കാരനാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടുപോവുകയും ഈ വട്ടവും രഞ്ജിത്തിന് ഇങ്ങനെ രീതിയിലുള്ള ആക്ഷേപ ഒരു പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ വരാനുള്ള കാരണം എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സിനിമയെ അദ്ദേഹത്തിന്റെ സിനിമകളും അതേപോലെ തന്നെ ഡോക്ടർ ബിജുവിന്റെ സിനിമകളും ഒക്കെ രണ്ട് തരത്തിലാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളാണ് യഥാർത്ഥത്തിൽ നല്ലത് എന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ ബിജു എന്ന് പറയുന്ന സംവിധായകനെ ഒന്നുമല്ലാത്ത രീതിയിലാക്കുന്ന തരത്തിലേക്കുള്ളതാണ് അദ്ദേഹത്തിന്റെ ചർച്ച പോയത്. ഒരു സിനിമ അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാരണമായിട്ട് പറഞ്ഞത് ഞാൻ എന്റെ മുറിയിലെ ബെഡിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം ബെഡിലോ കിടന്നിട്ടോ എവിടെ വേണമെങ്കിലും ഇരുന്ന് പറഞ്ഞോട്ടെ, പക്ഷെ അദ്ദേഹം ചെയർമാനാണ്. ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയതുകൊണ്ട് ഒരാൾക്കാരുടെ അഭിപ്രായത്തിൽ ഉപേക്ഷിക്കേണ്ടതുണ്ടോ? അയാൾ അഭിപ്രായങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. പക്ഷെ ചർച്ചകൾ എന്തായിരിക്കണം? ചർച്ചകളെ വളരെ പ്രോഗ്രസീവായിട്ട് പറയേണ്ടിയിരുന്നു. എന്തുകൊണ്ടാണ് ആ സിനിമയെ എടുക്കേണ്ടതില്ല, മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ. അദൃശ്യജാലകൾ എന്ന് പറയുന്ന സിനിമയെ മാറ്റി നിർത്തപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തി ആ സിനിമയെ പ്രദർശിപ്പിച്ചില്ല എന്ന്? അപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തിൽ അങ്ങനെ ഒരു ചർച്ച വന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ മാറ്റി നിർത്തി? ഡോക്ടർ ബിജുവിനെ പേരറിയാത്തവനെന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, സുരാജിന്റെ. കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ട്. പക്ഷെ അത്തരത്തില് മലയാളികൾ പല ആളുകളും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ തയ്യാറുണ്ടാവില്ല. പക്ഷെ അക്കാഡമിക് ലവേഴ്സ് ആയിട്ടുള്ള സിനിമ ലവേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും അദ്ദേഹത്തിന്റെ സിനിമകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ഡോക്ടർ ബിജുവിനോടുള്ള ഈ അദ്ദേഹത്തിന്റെ പരാമർശമാണ് ഈ പ്രതിഷേധത്തിന്. അത് മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത് വെച്ചാൽ ഒരു ഫ്യൂഡൽ മാടമ്പി സ്വഭാവമാണ് രഞ്ജിത്തിനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്യൂഡൽ ഒരു മാടമ്പി സ്വഭാവം എന്ന് വെച്ചാൽ വരിക്കാശ്ശേരി മനയിലെ ഇന്ദുചൂടനെയും അതേപോലെ തന്നെ നീലകണ്ഠനെയും മംഗലാശ്ശേരി നീലകണ്ഠനെയും സൃഷ്ടിച്ച അതേ ലാഘവത്തോട് കൂടിയിട്ട് വരിക്കാശ്ശേരി മനയിൽ കാലും നീട്ടി വെച്ചിട്ട് അദ്ദേഹം പറയുന്ന ഡയലോഗാണിത്. ഞാനാടാ ഈ സിനിമയെ നോക്കുന്നത് എന്ന് പറയുന്ന സാധനം. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു തരത്തിലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ ഭാഗം. അതുകൊണ്ട് രഞ്ജിത്തിനെ ഈ 18 പേര് സർക്കാർ നോമിനേറ്റ് ചെയ്ത ആളുകളാണ്. ഈ 18 പേര് നോമിനേറ്റ് ചെയ്ത് 14 പേരും രഞ്ജിത്തിനെതിരാണ്. കുക്കു പരമേശ്വരൻ, സോഹൻ സിനുലാൽ എന്ന് പറയുന്ന അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകളടക്കം ഇത് അദ്ദേഹത്തിനെതിരാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടണം. നല്ല സിനിമകളെ എന്നും മലയാളികൾ എന്ന് പറയുമ്പോൾ, കേരളം എന്ന് പറയുമ്പോൾ മറ്റ് ഇന്ത്യൻ സിനിമകളിൽ അറിയപ്പെടുന്ന ഒരു മേഖലയാണ്. ഇന്ത്യൻ സിനിമയിൽ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന രഞ്ജിത്ത് അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും അവിടെ രഞ്ജിത്ത് മാറിക്കഴിഞ്ഞാൽ മാത്രമല്ല നല്ല സിനിമകളെ പ്രൊമോട്ട് ചെയ്യാനും അക്കാഡമിക് ലെവലിലേക്ക് സിനിമയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ്. കാരണം കഴിഞ്ഞ സമാപനത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സാംസ്കാരിക മന്ത്രിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല സമാപനത്തിൽ. പക്ഷേ ഒരിക്കലും IFFK പോലുള്ള അവർ രണ്ടുപേരും പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതൊരു തെറ്റായിട്ടുള്ള കീഴ്വഴക്കമായിട്ടാണ് തോന്നുന്നത്. കാരണം മലയാളികളുടെ സാംസ്കാരിക മുഖമാണ് അത് അവിടുത്തെ സിനിമകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ മലയാള സിനിമയെ കാണുന്നത്. വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നമ്മുടെ കഥകളും നമ്മുടെ മൂല്യങ്ങളും നമ്മൾ ഉയർത്തിക്കൊണ്ടും നമ്മുടെ നടന്മാരും അവരൊക്കെ കാണുന്ന രീതി എന്ന് പറയുന്നത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്. എന്തായാലും ഈ മലയാള സിനിമയെ സംരക്ഷിക്കാൻ രഞ്ജിത്തിന്റെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് മാറ്റണം എന്നാണ്. രഞ്ജിത്തിനെന്നല്ല, ഒരു ഫ്യൂഡൽ
മാടമ്പി സ്വഭാവമുള്ള ആളുകളെ കൊണ്ട് നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ അവിടെ കമലിനെയും ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കമൽ എന്ന് പറയുന്ന ആളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കമൽ വേറെ സബ്ജക്റ്റ് ആയിട്ട് രഞ്ജിത്തിനെ മാറ്റിയ പ്രശ്നങ്ങൾ തീരും. പ്രശ്നങ്ങൾ തീരേണ്ടതാണ്. നല്ല ആളുകളെ ദിലീഷ് പോത്തനെ ഞാൻ പറയരുത്. എന്തുകൊണ്ടാണ് ദിലീഷ് പോത്തനെ അടക്കം ആളുകളെ മാറ്റുന്നത്? അദ്ദേഹം വളരെ നല്ല രീതിയിൽ കൊണ്ടുവരേണ്ട ആളുകളാണ്. രഞ്ജിത്ത് മാറി ഞാൻ പറയാം, ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് വെച്ചാൽ ഇതിൽ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ പാടില്ല. ഒരു ഇടതുപക്ഷ അനുഭവമുള്ള ആളുകളെ മാത്രം കൊണ്ടുവന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ രാഷ്ട്രീയം നോക്കണ്ട. നല്ല സിനിമകളെ സ്നേഹിക്കുന്ന, നല്ല സിനിമകളെ കണ്ടെത്താൻ കഴിയുന്ന, പുതിയ തലമുറകളെ വാർത്തെടുക്കാൻ കഴിയുന്ന ആളുകൾ വരട്ടെ എന്നാണ് എന്റെ പക്ഷം. ഓക്കെ.